ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ധാരാളമായിട്ട് അസറ്റുകൾ ഉണ്ട്, പല വിധത്തിലുള്ള. ബയോമെഡിക്കൽ അസറ്റ് മാത്രമല്ല, നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസറ്റുകളുണ്ട്, ഒരുപാട് തരം അസറ്റുകളുണ്ട്. ഈ അസറ്റുകളെല്ലാം മാനേജ് ചെയ്യുമ്പോൾ പലപ്പോഴും ഡിഫറൻ്റായിട്ടുള്ള രീതികളിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെ നമ്മൾ അസറ്റ് മാനേജ്മെൻറ്റിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറികളനുസരിച്ച് നമുക്ക് അസറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ തന്നെ കാറ്റഗറൈസ് ചെയ്ത് ഉപയോഗിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള അസറ്റുകളുടെ IT അസറ്റ് ആയാലും ബയോമെഡിക്കൽ ആയാലും ഒക്കെ ഇതിൻ്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് നമ്മൾ ആ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ ആ മെയിൻ്റനൻസ് റിക്വസ്റ്റ്, മെയിൻ്റനൻസിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ചാർജസ്, അതിന് ഇൻ കേസ് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ഔട്ട് പാസ് ക്രിയേഷൻ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷെ പലപ്പോഴും സിമിലറായിട്ട് ഫീൽ ചെയ്യുന്ന അസറ്റുകൾ അതിൻ്റെ സീരിയൽ നമ്പറൊക്കെ വെച്ചിട്ടായിരിക്കും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഒരേപോലെയുള്ള 2 ഡിവൈസുകളുടെ മെയിൻ്റനൻസ് ഡിഫറെൻറ്റ് ഡിവൈസസിൽ അബദ്ധത്തിൽ കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഒരു സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അത് പ്രയാസം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അസറ്റ് മാനേജ്മെൻറ്റിലുള്ള QR കോഡ് സ്റ്റിക്കർ എല്ലാ അസറ്റിലും പേസ്റ്റ് ചെയ്യുക. ആ QR കോഡ് സ്റ്റിക്കർ തന്നെ RF ഇൻ്റഗ്രേറ്റഡ് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ആൾറെഡി സാധാരണ നമ്മൾ സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള സിന്തറ്റിക് സ്റ്റിക്കറുകൾ അവൈലബിൾ ആണ്, അതാണ് ഉപയോഗിക്കുക. കൂട്ടത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളിൽ RF എനേബിൾഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് കിട്ടാൻ പ്രയാസം തോന്നുകയാണെങ്കിൽ ഗ്രേപ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിൽ RF എനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ QR കോഡ് എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റിക്കറിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മെയിൻ്റനൻസ് രേഖപ്പെടുത്താൻ നേരം അവിടെ നമ്മുടെ മൊബൈൽ ആപ്പ് തേർഡ് ഐ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ QR കോഡ് റീഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ QR കോഡ് റീഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ സീരിയൽ നമ്പറുള്ള ആ ഡിവൈസ് തന്നെയാണ് സെലക്ട് ചെയ്യപ്പെടുക. അതിനുശേഷം ബാക്കി എന്ത് റെക്കോർഡ്സ് അവിടെ രേഖപ്പെടുത്തിയാലും അതെല്ലാം തന്നെ ആ പർട്ടിക്കുലർ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയായിട്ട് സേവ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.